മുന്നറിയിപ്പുകളില്ലാതെ ഹോർട്ടികോർപ്പറേഷന്റെ പച്ചക്കറി സ്റ്റാൾ അടച്ചുപൂട്ടിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. കൊല്ലം പീരങ്കി മൈതാനിയിൽ ആരംഭിച്ച താൽക്കാലിക ഓണം പച്ചക്കറി സ്റ്റാളാണ് ജീവനക്കാർ ആവശ്യക്കാർക്ക് പച്ചക്കറി നൽകാതെ മടക്കി അയക്കാൻ ശ്രമിച്ചത്. ഇത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. മേയർ പ്രസന്ന എർണസ്റ്റ് ഇടപെട്ടതിനെ തുടർന്നാണ് വീണ്ടും തുറന്ന് ആവശ്യക്കാർക്ക് ടോക്കൺ നൽകി പച്ചക്കറി നൽകാൻ ജീവനക്കാർ തയ്യാറായി. എന്നാൽ ടോക്കൺ നൽകിയവരെ അകത്തുകയറ്റി ടാർപോളിൻ കൊണ്ട് മറച്ചു. പച്ചക്കറി സ്റ്റോക്കില്ലെന്ന കാരണം പറഞ്ഞാണ് വാങ്ങാൻ വന്നവരെ തിരിച്ചറിയിച്ചത്. അവർ പറയുന്നത് ഇത് ക്ലോസ് ചെയ്തു, ഓണത്തിന്റെ കംപ്ലീറ്റ് കച്ചവടം കഴിഞ്ഞു. സമയം ഇപ്പം 1:45. ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞത് ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ഓണം കഴിഞ്ഞ് കച്ചവടം ഇല്ല, നിർത്തി. സാധനം എടുക്കുന്നു. ഇതിപ്പോൾ ഈ ബ്ലാക്കുകാർക്ക് വില കൂട്ടാനുള്ള പരിപാടിയാണ്. ക്യാരറ്റ്, പയർ, തക്കാളി, ക്യാബേജ് തുടങ്ങിയ ചാക്ക് കണക്കിന് പച്ചക്കറികൾ സ്റ്റാളിൽ കിടക്കുന്നത് കണ്ട് ജനങ്ങൾ പ്രതികരിച്ചെങ്കിലും കച്ചവടം നിർത്തിയതായി പറഞ്ഞ് വന്നവരെ തിരിച്ചയച്ചു. കുതിച്ചുയരുന്ന പച്ചക്കറിയുടെ വിലയെ പിടിച്ചു നിർത്താനാണ് ഓണക്കാലത്ത് 30% ഡിസ്കൗണ്ടിൽ സർക്കാർ പച്ചക്കറി വിപണനശാല ആരംഭിച്ചത്. ആഗസ്റ്റ് 10 മുതൽ 28 വരെയാണ് ശാല പ്രവർത്തിക്കുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.